പക്ഷേ അധികം സമയം ആ സന്തോഷം നീണ്ടു നിന്നില്ല. ആഘോഷിച്ചില്ലെങ്കിൽ പോലും മനസമാധാനമായിട്ട് 2 മാസം നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം അഡ്മിഷൻ സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ശരിക്കും ഈ ടോപ്പ് മാർക്സ് മേടിക്കുക എന്നുള്ളത് ഒരിക്കലും 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് പഠിച്ച് മേടിച്ച മാർഗമല്ല. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം ഇതിനി ക്യാൻസൽ ചെയ്യാൻ പോകുമെന്ന് പറയുമ്പം എന്നെപ്പോലെ തന്നെ ഉറപ്പായിട്ടും എല്ലാ കുട്ടികൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ചീറ്റിംഗ് ചെയ്തിട്ടാണോ ഇത്രയും മാർക്ക് കിട്ടിയെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 മാസത്തിന് ശേഷം വീണ്ടും എക്സാം നടക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും പഠിച്ചെഴുതിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് വീണ്ടും പോയി അതേ മൊമെൻറ്റം അതേ ആ ഒരു ഫ്ലോയിൽ പിന്നെയും പോയി എക്സാം എഴുതാന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കുന്ന കാര്യമായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും കാണും, അതെനിക്കറിയാം. എൻ്റെ പേര് അഭിഷേക് സതീഷ്. 2024 നീറ്റിന് 690 മാർക്കുണ്ടായിരുന്നു. അപ്പം ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. കുറച്ച് സമയത്തേക്ക് 690 മാർക്ക് കിട്ടി. എൻ്റെ ഇഷ്ടപ്പെട്ട കോളേജ് തിരഞ്ഞെടുക്കാനുള്ള മാർക്കുണ്ടായിരുന്നു. പക്ഷേ അധികം സമയം ആ സന്തോഷം നീണ്ടു നിന്നില്ല. അതിന് ശേഷമാണ് നീറ്റ് കോൺട്രവേഴ്സീസ് വന്നത്. എക്സാം ക്യാൻസൽ ചെയ്യണം, അങ്ങനെ കുറേ കോൺട്രവേഴ്സീസും ക്യാമ്പയിൻസും അങ്ങനെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 മാസം അതായത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടിയ മാർക്കാണ് 690 മാർക്ക് എന്നുള്ളത്. ശരിക്കും ആഘോഷിക്കാൻ പോലും പറ്റിയിട്ടില്ല. ആഘോഷിച്ചില്ലെങ്കിൽ പോലും മനസമാധാനമായിട്ട് 2 മാസം നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം നീറ്റ് കോൺട്രവേഴ്സീസ് ആയിരുന്നു. ശരിക്കും എന്നെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് റിസൾട്ട് വന്നതിന് ശേഷം നല്ല മാർക്ക് കിട്ടി കഴിയുമ്പോൾ സന്തോഷിക്കേണ്ട സമയമായിരുന്നു. ശരിക്കും സന്തോഷിക്കാൻ പോയിട്ട് മനസമാധാനത്തെ കിടന്നുറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഈ കഴിഞ്ഞ 2 മാസമായിട്ട്. അത്രയ്ക്കും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കോൺട്രവേഴ്സി ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയ പ്രൊട്ടക്സ്റ്റും ക്യാമ്പയിനും ഒക്കെ നടന്നു. എക്സാം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. സുപ്രീം കോർട്ടിൽ അങ്ങനെ ഒരുപാട് ഹർജികൾ ചെന്നു ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശരിക്കും മാർക്ക് സ്കോർ ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും അഡ്മിഷൻ സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. മാർക്ക് മേടിച്ച എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം പലരും പിന്നെ കിട്ടിയ റിസൾട്ടിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോയി. കാരണം ഞങ്ങൾ എന്തെങ്കിലും ചീറ്റിംഗ് കാണിച്ചിട്ടാണോ ഈ റിസൾട്ട് കിട്ടിയതെന്ന് വരെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്താണ് മറുപടി പറയാമെന്ന് പോലും അറിയത്തില്ല. കാരണം ഈ 690 മാർക്ക് എന്ന് പറയുമ്പോൾ 690 ആയാലും 700 ആയാലും 720 മേടിച്ചവരായാലും ഒരുപാട് എക്സാംസിന് ശേഷം ശരിക്കും ഈ ടോപ്പ് മാർക്സ് മേടിക്കുക എന്നുള്ളത് ഒരിക്കലും 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് പഠിച്ച് മേടിച്ച മാർഗമല്ല. ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് കരിക്കുലം സിസ്റ്റം ഫോളോ ചെയ്ത് ഒരുപാട് മോഡൽ എക്സാംസ് എഴുതി കഴിയുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസിന് ശേഷം ഫൈനലി കിട്ടുന്ന റിസൾട്ടാണ് ഇത്രയും വലിയ റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം ഇതിനി ക്യാൻസൽ ചെയ്യാൻ പോകുമെന്ന് പറയുമ്പം എന്നെപ്പോലെ തന്നെ ഉറപ്പായിട്ടും എല്ലാ കുട്ടികൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യം. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ച ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ല നേരിട്ട് കാണുമ്പോഴാണെങ്കിലും പലരും ചോദിച്ച ചോദ്യങ്ങൾ പോലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം ഞങ്ങൾ ചീറ്റിംഗ് ചെയ്തിട്ടാണോ ഇത്രയും മാർക്ക് കിട്ടിയെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അതൊക്കെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മറുപടി എന്താ പറയാമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല വിഷമമുണ്ട്. പക്ഷേ എങ്ങനെ മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. ശരിക്കും എൻട്രൻസ് എഴുതാന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും ആ 3 മണിക്കൂറത്തെ സമയം മാത്രമല്ല, അതിന് മുമ്പ് തൊട്ടേ തുടങ്ങുന്നത്. അതിന് മുമ്പ് തൊട്ട് ഈ എക്സാം സെൻറ്ററിൽ ചെല്ലുന്ന സമയം തൊട്ട് തന്നെ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിറ്റ് ഓഫ് ലക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, കറക്റ്റ് സമയത്ത് എക്സാം സെൻറ്ററിൽ ചെല്ലാൻ പറ്റുക. എക്സാമിന് തൊട്ട് ദിവസം മുമ്പ് ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ അത്രയും വർഷത്തെ കഷ്ടപ്പാട്, അത്രയും മാസത്തെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയിപ്പോവും. പക്ഷേ അങ്ങനെ വരാതെ കറക്റ്റ് ആ ദിവസം എക്സാം സെൻറ്ററിൽ ചെല്ലുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അത്രയും നാൾ പഠിച്ച ചാപ്റ്ററിൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആ ദിവസം എക്സാം സെൻറ്ററിൽ നമുക്ക് കിട്ടുക. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയും. സില്ലി മിസ്റ്റേക്സ് ഒന്നും കൂടാതെ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതൊക്കെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതൊരിക്കലും 2-3 പ്രാവശ്യം വീണ്ടും എക്സാം എഴുതാൻ പോകുമ്പം അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്ന് ഒരിക്കലും പറയാനും പറ്റത്തില്ല. പേടിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുമ്പം ശരിക്കും എൻട്രൻസ് പ്രിപ്പറേഷൻ ഈ സമയത്തിൽ ഒരു ദിവസം പോലും പഠിക്കാതെ മാറി നിന്നിട്ടില്ല. എല്ലാ ദിവസവും റിവിഷൻ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചാപ്റ്റേഴ്സ് നോക്കി വരിക, റിവൈസ് ചെയ്യുക. മോഡൽ എക്സാംസ് എഴുതുന്ന സമയത്താണെങ്കിലും ഒരുപാട് റിവിഷൻസ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈനലി 2 മാസത്തെ മോഡൽ എക്സാംസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 4 റിവിഷനെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഫുൾ റിലാക്സ് ആയിരുന്നു. റീനീറ്റ് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ 2 മാസം എക്സാം കഴിഞ്ഞതിന് ശേഷം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല. എക്സാം ഞങ്ങൾ നല്ലോണം എഴുതിയതല്ലേ, വീണ്ടും പഠിക്കാനും പറ്റുന്നില്ലായിരുന്നു, ആ മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 മാസത്തിന് ശേഷം വീണ്ടും എക്സാം നടക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും പഠിച്ചെഴുതിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് വീണ്ടും പോയി അതേ മൊമെൻറ്റം അതേ ആ ഒരു ഫ്ലോയിൽ പിന്നെയും പോയി എക്സാം എഴുതാമെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കുന്ന കാര്യമായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളും കാണും, അതെനിക്കറിയാം. പക്ഷേ എന്തിരുന്നാൽ പോലും സുപ്രീം കോർട്ടിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും വർഷങ്ങളും മാസങ്ങളും എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച മാർക്ക് അതൊരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ആകരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. പോകത്തില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.